أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലവൻ ഇഷ്ടപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമുക്കിടയിലുള്ള രോഗികൾക്കും നമുക്കും കാമിലായ ശിഫാവും ശമനവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് യാത്ര തിരിച്ച ഹജ്ജാജിമാർക്ക് സുരക്ഷിതമായി അവരവരുടെ നാടുകളിൽ അണയാൻ അവരിൽ നിന്ന് നിർവഹിച്ചിട്ടുള്ള അമൽ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയുമാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റിക്കൊടുക്കുകയും നാട്ടിൽ അണയാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ റഹ്മതിക യാ റഹ്മാൻ റഹീം. പരിശുദ്ധമായ ബലിപെരുന്നാളൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് മനോഹരമായി നമ്മുടെ നാട്ടുകാർ ഒന്നിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് ഉളഹിയത്തിന്റെ കർമ്മവും മനോഹരമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിൻ്റെയൊക്കെ പിറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. കമ്മിറ്റി മെമ്പർമാരും നാട്ടുകാരും പ്രായം ചെന്നവരും മുതിർന്നവരും കുട്ടികളും യുവാക്കളും ഒരുപാട് ആളുകൾ ഉറക്കൊഴിച്ച് കൂടെ നിന്ന് അല്ലാഹു എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പ്രയത്നിച്ച മുഴുവൻ ആളുകൾക്കും ഈ ലോക വിജയം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പരിശുദ്ധമായ ഹജ്ജ് വലിയ ഒരു പഠന പുസ്തകമാണ്. ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾക്കും ശരീരം കൊണ്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ വിദൂര ദിക്കുകളിൽ നിന്ന് ആഗ്രഹവുമായി അവരുടെ എല്ലാ ചലനങ്ങളും വീക്ഷിക്കുന്ന ആളുകൾക്കും ഒരുപാട് പഠിക്കാൻ ബാക്കി നിൽക്കുന്ന ഒരുപാട് പാഠങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമർപ്പിക്കുന്ന വിശേഷമായ ഒരു ആരാധനയാണ് ഹജ്ജ്. ഹജ്ജിന്റെ ഓരോ മുഹൂർത്തങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പ്രത്യേകമായി സ്മരിക്കാനും ഓർക്കാനും ഒരുപാട് ഘടകങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം മുഖ്യമായിട്ടുള്ള ഒരു വിഷയം, ഹജ്ജ് അവസാനിക്കുന്നത് പിശാചിനെ കല്ലെറിഞ്ഞുകൊണ്ട് അവനെ അകറ്റി ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് വികാരപ്പെടലുകളിൽ നിന്ന് പൈശാചിക ബാധകളെ കൃത്യമായി ഉന്മൂലനം ചെയ്യുന്ന ഒരു പദ്ധതിയോടുകൂടെയാണ് ഹജ്ജ് അവസാനിക്കുന്നത്. അതിൽ വലിയ ഒരു ചിന്ത അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് സമർപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അറിയാതെയാണ് പൈശാചികതകളിൽ പെട്ടുപോവുക. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മകൻ പ്രിയപ്പെട്ട ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പ്രിയപ്പെട്ട പത്നി ഹാജറ ബീവി റളിയല്ലാഹു അൻഹായെയും മനുഷ്യൻ ഓർക്കുമ്പോൾ ദുൽഹിജ്ജ മാസം കടന്നു വന്നാൽ ഈ സ്മരണകളിൽ മനുഷ്യൻ വല്ലാതെ ആഴ്ന്നിറങ്ങുകയും ഒന്നുകിൽ എനിക്കൊരു ഇബ്രാഹിം ആകണം, അതല്ലെങ്കിൽ ഒരു ഇസ്മാഈൽ ആകണം, അതല്ലെങ്കിൽ ഞാനൊരു ഹാജറ ബീവിയാകണം എന്ന ചിന്തയോടുകൂടെയാണ് ബലിപെരുന്നാളിനെയും ഹജ്ജിന്റെ കർമ്മങ്ങളെയും ഹജ്ജാജിമാരെയും കാണുമ്പോഴും ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ആലോചിക്കാറുള്ളത്. പക്ഷേ ഒരാൾക്ക് ഇബ്രാഹിം ആകാൻ കഴിഞ്ഞില്ല, ഒരാൾക്ക് ഇസ്മായിൽ ആകാൻ കഴിഞ്ഞില്ല, ഒരാൾക്ക് ഹാജറ ബീവിയാകാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനി ആകാൻ പറ്റുന്ന ഒരു റോൾ മാത്രമേ ഉള്ളൂ, അത് ഇബ്ലീസാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു. പിശാചും ഇബ്ലീസും അല്ലാഹുവും തമ്മിൽ നടന്ന ചില രംഗങ്ങളെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാനുള്ള ചില കുതന്ത്രങ്ങൾ പയറ്റി മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം സൃഷ്ടിക്കുമ്പോൾ ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ ഇബ്ലീസിനോട് ചെയ്യൂ സുജൂദ് എന്ന് അവരെ പഠിപ്പിക്കുന്ന, മലക്കുകളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഇബ്ലീസിനോട് പറയുമ്പോൾ ഇബ്ലീസിന്റെ വർത്തമാനം, പടച്ചവനെ അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരി വ ഖലഖതഹു മിൻ തീൻ, എന്നെ തീയോണ്ടല്ലേ നീ ഉണ്ടാക്കിയത്, ഈ മനുഷ്യന്മാരെ മണ്ണുണ്ടല്ലേ നീ ഉണ്ടാക്കിയത്. മണ്ണെപ്പോഴും താഴ്ന്നിരിക്കും, അഗ്നി എപ്പോഴും ഉയർന്നിരിക്കും. അതുകൊണ്ട് എന്റെ സ്വഭാവത്തിനനുസരിച്ച് എനിക്ക് തിളങ്ങാൻ അവസരം വേണം. മണ്ണുകൊണ്ട് പടയ്ക്കപ്പെട്ടവരുടെ
മുമ്പിൽ സുജൂദ് ചെയ്യാൻ എനിക്ക് കഴിയില്ല പടച്ചവനെന്ന്. അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ഫഹ്ബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ. ഇതിൽ നിന്ന് പുറത്തിറങ്ങണം. ഇബ്ലീസ്, നീ എത്ര വലിയ മനുഷ്യനാണെങ്കിലും ഇവിടെ അഹങ്കരിക്കുന്ന ആളുകൾക്ക് നിൽക്കാനും പാർക്കാനും സ്ഥാനമില്ല, നീ നികൃഷ്ടനായിരിക്കുന്നു. അപ്പോൾ ഇബ്ലീസ് എന്ന് ചോദിച്ചു വാങ്ങുന്ന ഒരു വരമുണ്ട്, അല്ലാഹുവേ അൻസിർനി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ അനുമതി നൽകണം എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഇന്നക മിനൽ മുൻവരീൻ, ആ അനുമതി ഞാൻ നിനക്ക് തന്നേക്കാമെന്ന്. അപ്പോഴാണ് അവൻ അല്ലാഹുവോട് പറയുന്നത് ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, പടച്ചവനെ നീ എന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട്, നിന്റെ കാരുണ്യത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തിയതുകൊണ്ട്, നിന്റെ കാരുണ്യത്തിലേക്ക് ഭവ്യതയോടെ നടന്നടുക്കുന്ന ഒരുത്തനെയും നിനക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ വിടില്ല എന്ന്. ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിലൂടെ ചരിക്കാൻ വിചാരിക്കുന്നവരെയൊക്കെ ഞാൻ ശല്യം ചെയ്യും, അവരുടെ മുമ്പിൽ ഞാൻ ഭജന പിരിക്കും. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم, അവരുടെ മുമ്പിലും പിറകിലും വലത്തും ഇടത്തും ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന ശല്യങ്ങളുടെ മാർഗങ്ങളെല്ലാം ഞാൻ അവരെ സ്വീകരിക്കും. എന്നിട്ട് അല്ലാഹുവേ ഞാൻ നരകത്തിലേക്ക് എന്റെ കൂടെ ആളെ കൂട്ടും. അപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ് ഫഖ്റുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറ, നീ നിന്റെ വഴിക്ക് പോടാ. ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ, നീ കൊണ്ടുവരുന്ന മൊത്തം ആളുകളെയും നിന്നെയും നമ്മൾ നരകത്തിലേക്കാണ് കണ്ടുവച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു മാർഗമുണ്ട്, ഒരു വിഷയമുണ്ട്. ചില മഹാന്മാർ ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ ഞാൻ അവനെ ശല്യം ചെയ്യും എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ മഹാനായ മുഹമ്മദ് റളിയല്ലാഹു അൻഹു അതിന് മുഫസ്സിർ, അതിന് തഫ്സീർ എഴുതിയത് മിൻ തരീഖി മക്ക, മക്കയിലേക്ക് പോകുന്ന ആളുകളെ അവൻ വ്യതിചലിപ്പിക്കും എന്നാണ്. അഥവാ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളെയും പൊറുപ്പിക്കുന്ന ഒരു അമലാണ്. തഖ്വയിൽ അധിഷ്ഠിതമായെങ്കിൽ മാത്രം അത് കാത്തിരുന്ന് സ്വപ്നം കാണുന്നവരും അവരെ പോലെ മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്ത് തൗബയിലും ഇസ്തിഗ്ഫാറിലും കഴിയുന്നവർക്കും അല്ലാഹുവിന്റെ പാപമോചനമുണ്ട്. എന്നാൽ ഇത് പഴപ്പിക്കാൻ പിശാച് പരമാവധി ശ്രമം നടത്തുന്നുണ്ട് എന്ന് ഈ ആയത്തിന്റെ തഫ്സീർ ഇതാണ് എന്ന് മഹാനായ മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്നമാ ജുഇല തവാഫു ബിൽ ബൈതി വബൈന الصفا والمروه ورمي الجمار لإقامة ذكر الله. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കഅബയിലെ തവാഫ് ചെയ്യുന്നതും സഫാ മർവയുടെ ഇടയിൽ മനുഷ്യർ സഅയ് ചെയ്യുന്നതും ജംറകളിൽ ചെന്ന് കല്ല് പെറുക്കി എറിയുന്നതും ഇതെല്ലാം അല്ലാഹു തീരുമാനിച്ചത് അല്ലാഹുവിന്റെ ഓർമ്മകളിൽ മനുഷ്യൻ മുഴുകാനും വ്യാപൃതരാകാനും അത് ഹൃദയത്തിൽ എപ്പോഴും ശാശ്വതമാക്കാനുള്ള ഒരു മാർഗം തേടാനും വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും അല്ലാഹുവിന്റെ ഓർമ്മകൾ നിലനിർത്തലാണ് പ്രധാനം. പക്ഷേ പിശാച് ആദ്യമായി മനുഷ്യനെ പഴപ്പിക്കുന്നത് അല്ലാഹുവിനെ ഓർക്കാനുള്ള ഇടങ്ങളെയും അവസരങ്ങളെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, എത്ര നല്ല മനുഷ്യരായാലും സ്ഥിരമായി അല്ലാഹുവിനെ ഓർക്കാൻ കണ്ടുവരുന്ന ഒരു സംവിധാനം തടയപ്പെടുകയോ അതല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് മനസ്സിനെ അടുപ്പിക്കുന്ന എന്തെങ്കിലും ചില പദ്ധതികൾക്ക് മുടക്ക് വരികയോ ചെയ്താൽ ഖുർആൻ പറയുന്നു ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ ഫഅൻസാഹും ദിക്റല്ലാഹ്. ശൈത്താൻ ആധിപത്യം ചെലുത്തുന്നു എന്നതിന്റെ സൂചനയാണ്. അല്ലാഹുവിനെ മറക്കാൻ, അല്ലാഹുവിന്റെ ദിക്റുകൾ സ്മരിക്കാൻ മനുഷ്യന്റെ മനസ്സിനെ അവൻ അലോസരപ്പെടുത്തും, അശ്രദ്ധനാകും എന്നത്. കുറച്ചു നേരം ഒരു ദുആ മജ്‌ലിസിൽ വന്നിരുന്നാലും നിസ്കാരത്തിൽ വന്നിരുന്നാലും തക്ബീർ ഇട്ട് ഒരു അല്പനേരം കഴിഞ്ഞാൽ മൊത്തം
മൊത്തം അവസ്ഥകളും ജീവിതത്തിന്റെ രസങ്ങളും മധുരങ്ങളും ഒക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നു. നിസ്കാരം മറന്നു പോകുന്നു, ദിക്റിന്റെ മജ്‌ലിസ് മറന്നു പോകുന്നു, ഇരിക്കുന്നത് എവിടെയാണെന്ന് മറന്നു പോകുന്നു. അത്തയ്യാത്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ല ഉറക്കാണ്, സലാം വീട്ടില്ല എന്നറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും സലാം വീട്ടിയിട്ടുണ്ട്. മുഴുവൻ ഒരു മന്ദപ്പിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരാള് എന്തൊക്കെയോ ഹാലിൽ ഇങ്ങനെ കയറി വരികയാണ്. തക്ബീർ കെട്ടി ഇമാമിന്റെ കൂടെ തുടരുന്നത് 3 റക്അത്തിലാണ്. മറ്റുള്ളവരൊക്കെ 1 റക്അത്തിൽ ചേർന്നവരാണ്. സലാം വീട്ടിയപ്പോ ഇമാമിന്റെ കൂടെ അയാൾ സലാം വീട്ടിൽ അങ്ങനെ ദിക്റിലാണ്. ലാസ്റ്റാണ് അയാൾ ഓർക്കുന്നത്, പക്ഷേ ഞാൻ 3-ലല്ലേ വന്നത്. നമ്മുടെയൊക്കെ സ്ഥിതി ഇങ്ങനെയാണ്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, 3 ആളുകൾ ഏതെങ്കിലും നഗരങ്ങളിലോ പ്രാന്ത പ്രദേശങ്ങളിലോ നിലനിൽക്കുമ്പോൾ ലാ തുഖാമു ഫീഹിമുസ് സ്വലാ, അവരിൽ നമസ്കാരമോ ജമാഅത്തുകളോ വേണ്ട വിധത്തിൽ അവരിൽ നടപ്പിലാക്കാൻ അവർക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ, കഴിയുന്നില്ലെങ്കിൽ അവർ മനസ്സിലാക്കണം, മാ മിൻ സലാസത്തിൻ ഫീ ഖറിയ വലാ ബദ്വിൻ, നാടുകളിൽ ഏത് സ്ഥലങ്ങളിലും ഒരു 3 ആൾ ഒന്നിച്ചു ജീവിക്കുമ്പോൾ നമസ്കാരം അവർ മൊത്തമായി ജമാഅത്തോടെ നമസ്കരിക്കുന്നില്ലെങ്കിൽ, നിർവഹിക്കുന്നില്ലെങ്കിൽ, ഇല്ലാ ഖദ് ഇസ്തഹ്വദ അലൈഹിം ശൈത്താൻ, പിശാചവൻ ആധിപത്യം അവരുടെ മേൽ ചെലുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ എന്ന് ഹബീബായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതിനുള്ള മരുന്ന് ഫഅലൈക ബിൽ ജമാഅ, നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു പ്രതിവിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഅലൈക ബിൽ ജമാഅ, ഈമാൻ നിലനിർത്താൻ ഏറ്റവും നല്ല മരുന്ന് 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കലാണ് എന്ന് മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സാഹിബ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിന് നൽകിയ വിവക്ഷ തന്നെ അസ്സലാത്തു മഅൽ ജമാഅ, ജമാഅത്തായി 5 നേരത്തെ നമസ്കാരം നിർവഹിക്കൽ തന്നെയാണ് അകന്നു പോകാതെ ഈമാൻ ഹൃദയത്തിൽ നിലനിർത്താനുള്ള ഏക മാർഗം അത് തന്നെയാണ് എന്ന് മഹാനായ സാഹിബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ഇബാദത്തുകൾക്കും ചിലപ്പോൾ ഒരു അവസാനം നമുക്കുണ്ടാകാം. തക്ബീർ കെട്ടിയാൽ സലാം വീട്ടുന്നതോടെ നമസ്കാരം തീർന്നു. നോമ്പ് രാവിലെ നമ്മൾ നോമ്പെടുത്ത് ആരംഭിച്ചാൽ മഗ്രിബോട് കൂടെ നോമ്പും തീർന്നു. ഹജ്ജ് ദുൽഹിജ്ജ 8 ആരംഭിച്ചാൽ തഹല്ലുലാവുന്നതോടുകൂടെ ഹജ്ജും തീർന്നു. ഉംറയും അങ്ങനെ തന്നെയാണ്. ഇഹ്റാം കെട്ടി ഇഹ്റാം ചെയ്തതിൽ പ്രവേശിച്ചാൽ മുടി മുറിച്ച് തഹല്ലുലാവുന്നതോടുകൂടെ അതും തീർന്നു. പക്ഷേ അറ്റമില്ലാത്ത അവസാനമില്ലാത്ത സ്ഥിരമായി അല്ലാഹു ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടി, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതുകൊണ്ട് വളരെ ബഹുമാനമുള്ള ഈ സംഘത്തോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ ആദരവോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പള്ളികൾ ധാരാളം നമ്മുടെ നാടുകളിലുണ്ട്. എന്താണ് മസ്ജിദുകളുടെ ഇമാറത്ത്, എന്താണ് പള്ളികളുടെ പരിപാലനം എന്നുള്ളത്? ജമാഅത്ത് നിലനിർത്തൽ മാത്രമാണ്. ആവശ്യഘട്ടങ്ങളിൽ മാത്രം അല്ലാഹുവിനെ വിളിച്ചാൽ പോരാ, മരിക്കുന്ന അന്ത്യനിമിഷം വരെ എല്ലാ ദിവസവും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തതിൽ ആനന്ദം കൊണ്ട് എല്ലാ ദിവസവും പെരുന്നാളാക്കാനുള്ള ശ്രമം നമ്മിലുണ്ടാകണം. ഒരു പെരുന്നാൾ കൊണ്ടോ ചെറുപെരുന്നാൾ കൊണ്ടോ വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ തനിമ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഹരിക്ക് മഖ്സദ് മേ അല്ലാഹ് കോ പുകാരാതാ പുകാരേംഗേ, എല്ലാ ലക്ഷ്യങ്ങളിലും അല്ലാഹ് എന്ന് ജനങ്ങൾ ഹൃദയത്തിൽ നിന്ന് നീട്ടി വിളിക്കുന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു. അതിനിയും തുടരണം. ഉസീ കേ സാമനെ സർ കോ ഝുകായാ താ ഝുകായേ തേ. ഏത് ഘട്ടങ്ങൾ വന്നാലും അല്ലാഹുവിൽ നമസ്കരിക്കുന്നതിനും ഭക്തി കാണിക്കുന്നതിനും ഭംഗം വന്നതുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി ഇബാദത്തിൽ വളരെ ആത്മാർത്ഥതയോടെ നമസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്തി ജീവിച്ച ഒരു തലമുറ നമുക്ക് മുമ്പുണ്ടായിരുന്നു. അത് ഇനിയും തുടരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. യശോറുൽ മേ പഠ് കേ സബ്ത് ഈമാൻ कैसे पाएंगे,
खुदा हाजिर है हर दिल में सुनाया था सुनाएंगे. ആകെ നമുക്കിടയിൽ കേൾക്കാനുള്ള കലഹങ്ങളിലും കച്ചറകളിലൊക്കെ ഒന്ന് ഇടപെട്ടാൽ നമുക്കൊരു സമാധാനം വരും. ആരെങ്കിലും ഇതിലും പറഞ്ഞാൽ നമ്മുടെ കഴിവോടെ വർത്താനം കൊണ്ടോ ശക്തി കൊണ്ടോ കാണിച്ചു കൊടുക്കണം. ഒരു പണിയുമില്ലാത്ത ഒരു തരത്തിലും അവൻ ഇതിൽ ഇടപെടേണ്ടായിരുന്നു. അങ്ങനത്തെ ആളുകളാണെങ്കിലും വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പൊറുതി കേട് പഠിച്ചാൽ അവിടെ അങ്ങനെ ഇഷ്യൂ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ഇടപെട്ടാലേ തീരുമാനമാവുള്ളൂ, അതൊന്നുകൂടെ വശലാവുകയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് ഖുദാ ഹാസിർ ഹൈ ഹർ ദിൽ മേ സുനായാ താ സുനായേംഗേ. അല്ലാഹുവിന്റെ കൂടെ എല്ലാം അറിയുന്നവൻ. ചതിപ്രയോഗങ്ങളായാലും ഇരുട്ടിന്റെ മറവിൽ മനുഷ്യൻ ചലിപ്പിക്കുന്ന ചില നിഗൂഢമായ ശ്രമങ്ങളായാലും റബ്ബറിയാത്ത ഒരു ചലനം ഭൂമിയിൽ ഇല്ലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നന്മകൾ സ്വീകരിക്കാനേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ആഹ്വാനം നടത്തിയിട്ടുള്ളൂ. നല്ലതുമായി ഇടപെടുക, ജമാഅത്ത് പാലിക്കുക, അല്ലാഹുവോടുള്ള ബാധ്യത നിറവേറ്റുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. 4 പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ളതാണ് ഇന്നത്തെ പിരിവ്. നിങ്ങൾക്ക് ആ ബോധമുണ്ടാകണം. എല്ലാവരും നല്ല രീതിയിൽ ഈ വിഷയവുമായി സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. ഷെയർ വീതം 10,000 രൂപ വാങ്ങിയത് വരവും ചെലവും തുല്യമാണ്. ഒരെണ്ണത്തിന് ചെലവ് വന്നത് 8,027 രൂപയാണ്. അത് നിങ്ങൾ അറിയിക്കുകയാണ്. ഒരു സഹോദരൻ ഗൾഫ് യാത്ര സുഖമാവാനും നല്ല ജോലി ലഭിക്കാനും വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. മരണപ്പെട്ട ഫാസിലിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. ഒരു സഹോദരൻ ദുആ ചെയ്യാൻ 500 രൂപ. ഒരു സഹോദരൻ 100 രൂപ. ഒരു സഹോദരൻ 200 രൂപ. അതുപോലെ മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. റഹ്മാനായ റബ്ബേ, ഈ സദഖകളൊക്കെ നീ ഖബൂലാക്കണേ റബ്ബേ. ദുആ ചെയ്യാൻ വസിയ്യത്ത് നൽകിയ മുഴുവൻ ആളുകളുടെയും ലക്ഷ്യങ്ങളെ നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. കടങ്ങളുള്ളവർക്ക് കിട്ടാൻ മാർഗങ്ങളെ തുറക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, കുടുംബ ബന്ധുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ അവർക്ക് അതിന്റെ സവാബുകളെ നീ എത്തിക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഗൾഫ് യാത്ര സുഖമാകാൻ, നല്ല ജോലി ലഭിക്കാൻ അല്ലാഹു അവർക്ക് യാത്ര നീ ലഘൂകരിക്കുകയും ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ വിഷമങ്ങളെ നീ പരിഹരിക്കണേ റബ്ബേ. ജോലികളിൽ, ജീവിതങ്ങളിൽ, വരുമാന മാർഗങ്ങളിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും അസുഖങ്ങളെയും അകറ്റി ആരോഗ്യമുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. معاشر المسلمين رحمكم الله. الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. روى البخاري ومسلم عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا قلت لصاحبك أنصت والإمام يخطب يوم الجمعة فقد لغوت فاسمعوا وأنصتوا رحمكم الله. استمعوا ليغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم.
السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله الحمد لله وسعت رحمته وعمت فضائله وجلت صفاته وحسنت خصائله وأشهد أن لا إله إلا الله وحده لا شريك له قد بينت دلائله وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله صلحت بالتزكية وسائله وأفيدت بالتحلية مسائله صلى الله وسلم وبارك على سيدنا محمد وعلى آله وأصحابه وأعوانه نعمت فيهم بالتمسك حبائله صلاة وسلاما دائمين متلازمين إلى يوم إذا حضر العبد فيه تعاتب رذائله أما بعد فيا من ازدادت حصائله أوصيكم وإياي أولا بتقوى الله لقد أسعدتنا وأبهجتنا رسائله قد أحبر من لم تملكه غوائله وأغنته جعائله يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. إخواني في الإسلام، لما أمر الله عز وجل إبليس أن يسجد أمام آدم عليه الصلاة والسلام إكراما له لعلمه، إن إبليس أجاب ربه عز وجل: أأسجد لمن خلقت طينا أنا خير منه خلقتني من نار وخلقته من طين. قال ربنا عز وجل: فاهبط منها فما يكون لك أن تتكبر فيها فاخرج إنك من الصاغرين. فقال لربه: أنظرني إلى يوم يبعثون. فقال
فقال إنك من المنظرين. بعد ذلك إنه حلف ربه فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. جعل الله عز وجل العبادات لإقامة ذكر الله عز وجل، وقال أقم الصلاة لذكري، حتى إن الحج وضعه وشرعه لإقامة ذكر الله عز وجل بين الخلائق للموفقين ولغير الموفقين. إن النبي صلى الله عليه وسلم قال إنما جعل الطواف على الكعبة والسعي بين الصفا والمروة ورمي الجمار لإقامة ذكر الله عز وجل. لذلك إن مكائد الشيطان، إن الشيطان قد يتشمر ويجهد حيث ما استطاع من مكائده وحبائله ليزيغ ويضل الإنسان الذي يريد أن يستقيم لله عز وجل آناء الليل وأطراف النهار. لذلك يقول النبي صلى الله عليه وسلم ثلاثة من قرية ولا من بدو، ما من ثلاثة في قرية ولا من بدو لا تقام فيهم الصلاة إلا استحوذ عليهم الشيطان. فعليكم بالجماعة. يقول النبي صلى الله عليه وسلم جوابا وحلا وحيدا لاستقامة البشر: فعليكم بالجماعة. يقول السائب رضي الله عنه يعني إن النبي صلى الله عليه وسلم علم البرية إقامة الصلاة مع الجماعة في المساجد أو في غيرها. وأيضا يقول الله عز وجل إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون وإخوانهم يمدونهم في الغي ثم لا يقصرون. لذلك أيها الأحبة واتركوا مكائد الشيطان وحبائله. إن الله عز وجل يرصد كل ما خلق من برية من حيوان أو جماد، بالخاص الإنسان. فمن ثقلت موازينه فهو في عيشة راضية، ومن خفت موازينه فأمه هاوية، وما أدراك ما هي نار حامية. جعلنا الله وإياكم من عباده الصالحين. كلام العزيز الغفار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون وإخوانهم يمدونهم في الغي ثم لا يقصرون. صدق الله العلي العظيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله العلي العادل المالك. صلى الله على سيدنا محمد أنقذنا من كل فج هالك، وعلى آله وأصحابه وأعوانه
الذين طهروا أنفسهم وقلوبهم بنسك ذلك صلاة وسلاما دائمين متلازمين إلى يوم يصمت فيه كل شيء بالك. أما بعد، فيا من اختاروا السبيل السالك، أوصيكم وإياي أولا بتقوى الله الغني عن كل سيطرة وممالك، منبت الزقوم والزمالك، ويعبده ويسجد له كل ناطق وناشط وفالك. يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. إن الأبرار لفي نعيم وإن الفجار لفي جحيم. ألا صلوا وسلموا على سيدنا محمد صلى الله عليه وسلم أنقذنا من كل داهية وهوالك. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على رسولك سيدنا محمد هذه البرية إلى خير المسالك، وعلى آله وأصحابه وأعوانه الذين تجنبوا بحسن خطواتهم كل نوائب ومهالك. اللهم ارض عن الخلفاء الراشدين المهديين. اللهم ارض عن الخلفاء الراشدين المهديين، عن أولهم إمامنا أبي بكر الصديق، وعن ثانيهم إمامنا عمر بن الخطاب، وعن ثالثهم إمامنا عثمان بن عفان، وعن رابعهم إمامنا علي بن أبي طالب، وعن حمزة والعباس، وعن سائر أمهات المؤمنين وبقية الصحابة والقرابة رضوان الله تعالى عن كل واحد منهم أجمعين. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك سميع قريب مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ووالدينا وأساتذتنا من النار. اللهم أعتقنا وإياهم من الديون والمظالم والنار، وأدخلنا وإياهم الجنة مع الأبرار يا عزيز يا غفار. اللهم ارحمنا وموتانا واشفنا ومرضانا يا عزيز يا غفار برحمتك يا أرحم الراحمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون، ولذكر الله أكبر والله يعلم ما